കൊല്ലത്തെ കോടതി വളപ്പിൽ കാർ പാർക്കിങ്ങിനെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിൽ രണ്ടുപേർ റിമാൻഡിൽ. തിരുവനന്തപുരം സ്വദേശി സിദ്ദിഖ്, ഷമീന എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. അഭിഭാഷകരെ മർദ്ദിച്ച കേസിലാണ് ഇവരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. യുവാവും യുവതിയും നൽകിയ പരാതിയിൽ അഭിഭാഷകർക്കെതിരെ പോലീസ് നടപടി എടുത്തിട്ടില്ല. ഇപ്പോൾ കാണുന്നത് ആ ദൃശ്യങ്ങളാണ്. കൊല്ലത്ത് റിപ്പോർട്ടർ TV സംഘത്തിന് നേരെയും ആക്രമണമുണ്ടായി. കൊല്ലം ബാർ അസോസിയേഷനിലെ അഭിഭാഷകരാണ് ആക്രമിച്ചത്. ദിലീപ് ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദിലീപ് ദേവസ്യ, ഇപ്പോൾ ഒരു വിഭാഗത്തിനെതിരെ മാത്രമാണോ കേസെടുത്തിരിക്കുന്നത്? ഇതിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഇതിൽ ഈ അഭിഭാഷകരിൽ ചിലരും ഈ യുവാവിനെ മർദ്ദിക്കുന്നുണ്ട്. അതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് അഭിഭാഷകർക്കെതിരെ യുവാവും യുവതിയും നൽകിയ പരാതിയിൽ കേസെടുക്കാത്തത് ദിലീപ്? ഡോക്ടർ അരുൺകുമാർ, ഇന്ന് രാവിലെയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. കൊല്ലം കോടതി വളപ്പിൽ അഭിഭാഷകരുടെ കാർ പാർക്കിങ്ങിൽ, അതായത് തിരുവനന്തപുരം സ്വദേശികളായ സിദ്ദിഖും ഷമീനയും വാഹനം പാർക്ക് ചെയ്യുന്നു. അവർക്കറിയില്ലായിരുന്നു അത് അഭിഭാഷകരുടെ കാർ പാർക്കിംഗ് സ്ഥലമാണെന്ന് അറിയില്ലായിരുന്നു. ഈ കാറിന് മുൻപേ കുറുകെ അഭിഭാഷകൻ കൊണ്ടുവന്ന് കാർ നിർത്തുകയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് കാറ് മാറ്റാത്ത സ്ഥിതി വന്നപ്പോൾ ആ അഭിഭാഷകനെ ചെന്ന് കണ്ട് കാറ് മാറ്റാൻ ഇവർ ആവശ്യപ്പെടുകയും ചെയ്തു. അതിനനുസരിച്ച് അഭിഭാഷകൻ കാറിനടുത്തേക്ക് എത്തുകയും പിന്നീട് അവർ തമ്മിൽ തർക്കമുണ്ടാവുകയും കാർ മാറ്റില്ല എന്ന് പറയുകയും ചെയ്തു. ഇതിനിടയിൽ ഈ യുവാവ് അഭിഭാഷകന്റെ കോട്ടിൽ പിടിച്ച് തള്ളി മാറ്റുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഈ കാണുന്ന അടി അവിടെ ഉണ്ടായത്. അതായത് അഭിഭാഷകർ എല്ലാവരും ചേർന്ന് ആ യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അത് സിവിൽ സ്റ്റേഷനിലെത്തിയ ആളുകൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച രംഗങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ യുവതിയും അതോടൊപ്പം തന്നെ ഈ അഭിഭാഷകരും പരാതി നൽകിയിരുന്നു. ഈ അഭിഭാഷകരുടെ പരാതിയിലാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരം സ്വദേശികളായ യുവാവിനെയും യുവതിയെയും വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്ത്. യുവാവും യുവതിയും നൽകിയ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടാകുകയും ചെയ്തില്ല. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ എത്തിയതായിരുന്നു റിപ്പോർട്ടർ സംഘം. അവിടെ അപ്പോൾ കണ്ടത് ഈ കോട്ടിൽ പിടിച്ച് വലിക്കുന്നുണ്ട്, അത് ചെയ്യാൻ പാടില്ല. അതേസമയം തന്നെ അഭിഭാഷകൻ കരണക്കുറ്റിക്ക് നോക്കി ശക്തമായിട്ട് അടിക്കുകയാണ്. തീർച്ചയായിട്ടും ആ യുവാവ് കോട്ടിന് പിടിച്ച് വലിച്ചത് തെറ്റ്. അതിനുശേഷം അഭിഭാഷകൻ മറ്റ് അഭിഭാഷകരെ വിളിച്ചു വരുത്തുന്നതും കാണുന്നുണ്ട്. പിന്നീട് കോട്ട് മറ്റൊരു അഭിഭാഷകന് നൽകിയ ശേഷം മുഖത്തടിക്കുന്നുണ്ട്. അടിച്ചതിന് ശേഷമാണ് ഈ കേസിലേക്കെല്ലാം പോയത്. പിന്നീട് ഈ യുവാവും യുവതിയും നിർത്തിയ കാറിൻ്റെ 4 ചക്രങ്ങളുടെ കാറ്റും അഭിഭാഷകർ അഴിച്ചു വിടുകയും അതോടൊപ്പം തന്നെ ഈ കാറ് ആണി കൊണ്ട് വരച്ച് അത് കേടുവരുത്തുകയും ചെയ്തു. പെയിൻ്റ് എല്ലാം തന്നെ മോശമായ രീതിയിൽ ചിത്രങ്ങൾ വരച്ച് അത് കേടാക്കുകയും ചെയ്തു. ഇത് ചിത്രീകരിക്കുന്നതിനിടയിൽ ഈ യുവതിയുടെ അമ്മ കയറി വന്നത്. ഈ അമ്മ കയറി വന്നപ്പോഴാണ് അഭിഭാഷകർ കൂട്ടത്തോടെ ഈ അമ്മയെ തെറി വിളിച്ചു കൊണ്ടുവരുന്നത്. ഈ സമയത്താണ് റിപ്പോർട്ടർ TVയുടെ വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിർ ആ ദൃശ്യങ്ങൾ പകർത്താനായിട്ട് എത്തുകയും അത് കണ്ടതോടുകൂടി അഭിഭാഷകരെല്ലാവരും തന്നെ റിപ്പോർട്ടർ സംഘത്തിന് നേരെ തിരികുകയാണ്. ഈ ദൃശ്യങ്ങൾ പുറത്തുവിടരുത്, പുറത്തുവിട്ടാൽ കൊല്ലുമെന്നുള്ള ഭീഷണി അടക്കം മുഴക്കുകയും ചെയ്തു. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായി കാണുന്നുണ്ട്. നമ്മളവിടെ മാറി നിൽക്കുന്ന സമയത്ത് ഞാനും BN അഷ്കറും അഭിഭാഷകനായ അഷ്കറും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അബു താഹിർ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. അപ്പോഴാണ് ഈ മാതാവ് കയറി വരികയും ഈ മാതാവിന് ഇറങ്ങിപ്പോകാൻ മറ്റ് അഭിഭാഷകർ ചീത്ത വിളിക്കുകയും ചെയ്തപ്പോൾ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്തത്. എന്തായാലും റിപ്പോർട്ടർ സംഘത്തെ കയ്യേറ്റം ചെയ്തതിന് കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ കൊല്ലം ഘടകം പരാതി അടക്കം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധിക്കുകയടക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ പറയുന്നത് അഭിഭാഷകർ പറയുന്നത് ഇത് തങ്ങളുടെ ഇടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നും അറിയാതെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് എത്തിയവരാണ് ഇവിടെ കാർ പാർക്ക് ചെയ്തത്. അഭിഭാഷകർക്ക് അല്പം ഒന്ന് ക്ഷമിച്ചിരുന്നുവെങ്കിൽ ഇത്ര വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകില്ല. ഇന്ന് രാവിലെ നടന്ന വിഷയങ്ങളാണ്. ഒരു കൂട്ടം അഭിഭാഷകർ ഒരു യുവാവിന്റെ കരണക്കുറ്റിക്കൊക്കെ അടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതെന്ത് സംവിധാനമാണുള്ളത്? നിയമവാഴ്ച ഉറപ്പാക്കേണ്ട
കോർട്ട് ഉദ്യോഗസ്ഥന്മാരല്ലേ ഈ അഭിഭാഷകർ എന്ന് പറയുന്നത്. അവരിൽ ചില അഭിഭാഷകർ ഇങ്ങനെയാണ് പെരുമാറുന്നത്. ഇതാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. ആ ക്യാമറകളിൽ കണ്ടതുകൊണ്ട് പ്രേക്ഷകർക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി. ആ യുവാവ് ചെയ്തതും ബലപ്രയോഗത്തിലൂടെ അഭിഭാഷകനെ പിടിച്ച് തള്ളിയത് തെറ്റ്. അതേസമയം തന്നെ ആ യുവാവിൻ്റെ കരണക്കുറ്റിക്ക് അടിക്കുന്നു. പിന്നീട് അവരെ രണ്ടുപേരെയും കൂട്ടമായിട്ട് ചേർന്ന് ആക്രമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ ദൃശ്യങ്ങളിൽ അതുണ്ട്. എന്നിട്ട് വാഹനമാകെ ഈ ആണി കൊണ്ട് കീറുക, അതേപോലെ ടയറിൻ്റെ കാറ്റഴിച്ചു വിടുക, ഈ കലാപരിപാടികളൊക്കെയാണ് ചെയ്തത്. നമ്മളിതിനെയൊക്കെയാണോ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്? നിയമവാഴ്ചയുള്ളൊരു നാടല്ലേ ഇത് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഉയരുന്ന ചോദ്യം. തീർച്ചയായിട്ടും പോലീസ് ഈ യുവാവിൻ്റെയും യുവതിയുടെയും പരാതിയിലും കേസ് എടുക്കേണ്ടതാണ്. പിന്നെ മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമം, ഇത് ജനാധിപത്യമൊക്കെ തന്നെയാണ് എന്നുള്ളത് എല്ലാവരും ഒന്ന് അറിഞ്ഞാൽ, എല്ലാവരും ഒന്ന് ഓർമ്മിച്ചു വെച്ചാൽ നല്ല കാര്യം.